ഹായ് കുട്ടീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ലഞ്ച് ബോക്സ് ആയിട്ടാണ് വേണ്ടത്. എന്നത്തെ പോലെ ചൂട് ചോറും ഇത് ഇടിച്ചക്ക, കുഞ്ഞ് ചക്ക ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് തോരൻ വെച്ചതാണ്. ഒന്ന് പുഴുങ്ങി ഒന്ന് മിക്സിയിലൊന്ന് ഡ്രും അടിച്ച് ഒന്ന് തോരൻ വെച്ചു. അതിനിടയ്ക്ക് ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ 2 ഇഡ്ഡലിയും പിന്നെ കുറച്ച് ചമ്മന്തിയിലെന്ന് പറഞ്ഞാൽ എരിവ് ഞാൻ ചേർക്കാറില്ല. കാരണമെന്ന് വെച്ചാൽ മോന് കൊടുക്കുന്നുണ്ട്, എരിവ് ഉപയോഗിക്കാറില്ല. കുറച്ചൊരു പച്ചമുളക് ഇട്ടാണ് വയ്ക്കുന്നത്. അങ്ങനെ ഇഡ്ഡലിയും നല്ല വെള്ളച്ചമ്മന്തി, പൊടികൾ ഒരു മസാലകളും ചേർക്കാത്ത ചമ്മന്തിയും. പിന്നെ നമുക്ക് തിരിച്ച് ലഞ്ച് ബോക്സിലോട്ട് വരാം. പിന്നെ ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ അയല കിട്ടിയായിരുന്നു. അപ്പോൾ എന്നും തേങ്ങ അരച്ചല്ലേ വയ്ക്കുന്നത്, അപ്പോൾ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു പുളിയും മുളകും ഇട്ട് വയ്ക്കാം. അങ്ങനെ അയല പുളിമുളകിട്ട് വെച്ചതാണ്. അത് ഞാൻ എന്നത്തെയും പോലെ ഒരു സെപ്പറേറ്റ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നല്ല ടേസ്റ്റ്, നാളെയാണ് ഈ കറിക്ക് ഇച്ചിരിയുടെ ടേസ്റ്റ് വരുന്നത്. എങ്കിലും ഇതിരിക്കട്ടെ എന്ന് വെച്ച് ഇതും കൂടെ ഒരു കൊച്ചു കിണ്ണത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. വേറെ കറികളൊന്നും ഞാൻ വച്ചില്ലായിരുന്നു. പിന്നെ അയല എന്നെ ഒന്ന് ഫ്രൈ ചെയ്തായിരുന്നു അതും. പിന്നെ എന്നത്തെ പോലെ നമ്മുടെ അച്ചാർ എന്നും വയ്ക്കുമല്ലോ, മാങ്ങ അച്ചാർ. അപ്പം മാങ്ങ അച്ചാറും കൂടെ ആയപ്പം നമ്മുടെ ടിഫിൻ ബോക്സിലെ കറികളൊക്കെ ഒരുവിധം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി പുളിശ്ശേരി, മോര്, തേങ്ങ അരച്ച മോര്, അതിന് ഞാൻ എരിവ് വളരെ കുറച്ചായിരുന്നു മോന് കൊടുക്കുന്നുണ്ട്. അപ്പം പുളിശ്ശേരിയും പിന്നെ എന്നത്തെ പോലെ കോഫി ഇട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. ഇന്ന് മോരില്ല കേട്ടോ, മോരിന് തൈരില്ലായിരുന്നു, അതിന് മോരും